രാമന്തളിയിലെ കൂട്ടമരണം നമ്മളിൽ ഞെട്ടലും അതീവ ദുഃഖവുമാണ് ഉണ്ടാക്കിയത്. കലാധരൻ എന്ന അച്ഛൻ സ്വന്തം കുഞ്ഞുമക്കൾക്ക് പാലിൽ വിഷം നൽകി കൊലപ്പെടുത്തിയിട്ട് സ്വന്തം അമ്മയോടൊപ്പം ആത്മഹത്യ ചെയ്ത വാർത്ത ആരിലും ഞെട്ടലും വേദനയും ഉണ്ടാക്കും. പക്ഷേ രാമന്തളിയിലെ ഈ കേസ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടിയിരിക്കുന്നു. പറയാതെ വയ്യ. പ്രിയപ്പെട്ട കലാധര, താങ്കൾ ചെയ്തത് തികഞ്ഞ അന്യായമാണ്, കൊടും ക്രൂരതയാണ്. ആ കുഞ്ഞുമക്കളുടെ ജീവനെടുക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ലായിരുന്നു. ആ കുഞ്ഞു ജീവനുകൾ എടുക്കാൻ നിങ്ങൾ കാണിച്ച ആ മനോധൈര്യത്തിൻ്റെ 100-ൽ 1 പോലും വേണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ. ഭാര്യ 2 കള്ളക്കേസുകൾ കൊടുത്താൽ തീരുന്നതൊന്നുമല്ലായിരുന്നു നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ജീവിതം. സിനിമാ താരം ഉർവശി തൻ്റെ മക്കൾക്കായി കോടതിയിൽ യാചിച്ചിട്ടുണ്ട്. അന്ന് കുട്ടി പോലും അമ്മയെ വേണ്ടാന്ന് പറഞ്ഞു. ഇന്നോ അവൾ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. ഈ കഥകളൊക്കെ നമുക്കും പാഠങ്ങളാകേണ്ടതാണ്. കോടതികൾ നിയമവും ന്യായവും ഒക്കെ വിധിക്കുമ്പോൾ നമ്മൾ ആ ദിവസങ്ങളെ പക്വതയോടെ കാണുക. കുട്ടികൾ അമ്മയ്ക്കൊപ്പം പോയാലും അവർ മനസ്സുകൊണ്ട് അച്ഛനൊപ്പം ഉണ്ടാകുമായിരുന്നു. നാളെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകും. അന്ന് അവർ നിങ്ങൾക്കൊപ്പം വരും എന്ന് തിരിച്ചറിയാതെ പോയതെന്തേ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ജയിക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ സംഭവിച്ചത് നിങ്ങൾ സ്വയം തോൽക്കുകയും ആ കുഞ്ഞുങ്ങളെ കൂടി തോൽപ്പിക്കുകയും ചെയ്തു എന്നതാണ്. സ്വന്തം കേസിന് ബലം കൂട്ടി കാശുണ്ടാക്കാൻ വക്കീലന്മാർ നൽകുന്ന പോക്സോ ഉപദേശങ്ങൾക്ക് കൂടി ഒരു താക്കീതായി കലാധരൻ മാറുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ അമ്മയോട് പറയാതെ വയ്യ. നിങ്ങളെടുത്ത തീരുമാനങ്ങളൊന്നും ശരിയായ വഴിക്കായിരുന്നില്ല അമ്മേ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വാശിക്കുള്ള ഇന്ധനമല്ലായിരുന്നു. അനുഭവിക്കുക. ഒരു ജന്മം മുഴുവൻ ഇനി നീറി നീറി ജീവിക്കാനേ നിവർത്തിയുള്ളൂ.